പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരുന്ന മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ കേന്ദ്രത്തിലെ ഭരണ പാർട്ടിയായിട്ടുള്ള BJPക്ക് കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും, കേരളത്തിൽ BJPയുടെ പ്രകടനം എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. BJPക്ക് 3-4 സീറ്റ് കിട്ടുമെന്നും BJP 25 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തെത്താൻ സാധ്യതയുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ചർച്ചകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കും. ഈ കഴിഞ്ഞ ദിവസമാണ് എക്സിറ്റ് പോളുകൾ വന്നത്, 29-ാം തീയതി. ആ 29-ാം തീയതി വന്ന എക്സിറ്റ് പോളുകളിൽ 8 എക്സിറ്റ് പോളുകൾ BJPക്ക് ലഭിക്കാനുള്ള വോട്ടുകൾ സംബന്ധിച്ച്, BJPക്ക് ലഭിക്കാനുള്ള സീറ്റുകൾ സംബന്ധിച്ചിട്ടുള്ള കണക്കുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് 0 മുതൽ 3 വരെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. JVC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി പറയുന്നത് 3 മുതൽ 7 വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി പറയുന്നത് 3 മുതൽ 5 വരെ. പീപ്പിൾസ് പ്ലസ് 0 മുതൽ 3 വരെ. PMark 1 മുതൽ 4 വരെ. പീപ്പിൾസ് ഇൻസൈറ്റ് എന്നും പറഞ്ഞൊരു സെറ്റുകാർ 10 മുതൽ 14 വരെ. എനിക്ക് മനസ്സിലാവുന്നില്ല, തലയ്ക്ക് വെളിയില്ലാത്തവന്മാരാണെന്ന് എനിക്ക് തോന്നുന്നു അവർ. CNN News 18 4 സീറ്റ്. പോൾ ഓഫ് പോൾസ് NDTV 4 സീറ്റ്. അപ്പോൾ ഏതാണ്ടൊരു ഇതെല്ലാം കൂടെ ശരാശരി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ടൊരു 2-3 സീറ്റ് BJPക്ക് തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ ഇടയുണ്ട് എന്നാണ് ഈ എക്സിറ്റ് പോളുകളുടെ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കുകൾ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് പൊട്ടുന്നത്. കാരണം കുറേ നാളായി ഈ കണക്കുകൾ നമ്മളിങ്ങനെ കേൾക്കുന്നു. BJPക്ക് സീറ്റ് കിട്ടാൻ പോകുന്നു എന്നുള്ള കണക്ക്, 1 സീറ്റ്, 2 സീറ്റ്, 3 സീറ്റ്, 5 സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കണക്കുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേൾക്കാറുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2006 മുതൽ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ 2006 മുതൽ നമ്മൾ ഈ കണക്കുകൾ കേൾക്കുന്നതാണ്. ഈ ഒരു 0 മുതൽ 3 സീറ്റ് വരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കണക്ക് 2006 മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. 2006 ഒന്നും കിട്ടിയില്ല, വട്ട പൂജ്യമായിരുന്നു. 2011 നേമത്ത് O രാജഗോപാൽ ആദ്യമായി ജയിച്ചു. 1 സീറ്റ് 2011 കിട്ടി. 2016 ആയപ്പോൾ ആ സീറ്റ് പോയി, നേമത്ത് BJP തോറ്റു. 2021 BJP തോറ്റു. അപ്പോൾ കഴിഞ്ഞൊരു 20 വർഷക്കാലം എടുത്തു നോക്കിയാൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ആകെപ്പാടെ BJPക്ക് 1 നിയമസഭാ സീറ്റാണ് ലഭിച്ചിട്ടുള്ളത്. നേമത്ത് കിട്ടി 2011. 2016 ആയപ്പോൾ അതും തോറ്റു. ഇനി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചിത്രം എന്താ? 2025 ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കണക്കുകളനുസരിച്ച് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിലാണ് BJP 1-ാം സ്ഥാനത്തുള്ളത്. അതൊന്ന് നേമവും 2 വട്ടിയൂർക്കാവുമാണ്. അതായത് 140 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിലാണ് BJP 1-ാം സ്ഥാനത്തുള്ളത്. കഴക്കൂട്ടത്ത് പോലും 1-ാം സ്ഥാനത്തില്ല. ഇനി വോട്ടിൻ്റെ കണക്കെടുത്ത് നോക്കിയാലോ, ഏതാണ്ട് 14% വോട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് ഉള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് 19% വോട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് 25% വോട്ടാകുമെന്നും 10,000 പാർട്ടിയിൽ ജയിക്കുമെന്നും ഒക്കെ പറഞ്ഞ് വലിയ കോലാഹലങ്ങൾ ഇവിടെ നമ്മൾ കേട്ടതാണ്. അമിത്ഷാ ഇവിടെ വന്ന് പ്രസംഗിച്ചതൊക്കെ നമ്മൾ കേട്ടതാണ്. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? കുത്തനെ താഴോട്ട് വളർന്നു BJP. 19 നിന്ന് 14 വളർന്നു. ആകെപ്പാടെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ 2-3 സീറ്റിന് ജയിച്ചു. ബാക്കിയുള്ളിടത്തെല്ലാം പടാന്ന് പൊട്ടി. ആകെ ഏതാണ്ടൊരു 10-15 മറ്റോ പഞ്ചായത്തുകളിലാണ്, 1000 പഞ്ചായത്തുകളിൽ 10-15 പഞ്ചായത്തിലാണ് BJP ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ളിടത്തൊന്നും BJP ഇല്ല.
കുറേ സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാദമുകൾ ഉന്നയിച്ചിട്ടുണ്ട്. ബി ജെ പി ഇത്തവണ എത്ര സീറ്റാണ് മത്സരിച്ചതെന്ന് എനിക്കറിയില്ല. കുറേ സീറ്റിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പ്രതീക്ഷയുള്ളതായി പറയുന്നത് നേമത്ത്, കഴക്കൂട്ടത്ത്, വട്ടിയൂർക്കാവിൽ, പിന്നെ പാലക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ സാധ്യതകളുണ്ട് എന്ന് പറയുന്നുണ്ട്. എ ക്ലാസ് മണ്ഡലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ശതകോടികൾ ഒഴുക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ബി ജെ പിക്ക് വട്ടപൂജ്യമായിരിക്കും ഇത്തവണ കിട്ടാൻ പോകുന്ന സീറ്റ് എന്നാണ്. വട്ടപൂജ്യം. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ റിസൾട്ട് വരുന്നതിന് ഏതാണ്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ജയസാധ്യത ഉണ്ടെന്ന് പറയുന്ന നേമത്ത് ശബരിനാഥന് തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ഏക പൊതുപ്രവർത്തകൻ ഞാനാണ്. എനിക്കതിൽ അഭിമാനമുണ്ട്. എന്തായാലും ശബരിനാഥൻ ഒരു 3,000 വോട്ടിന് ജയിക്കുമെന്ന് UDFും വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നേമത്തെ ശബരിനാഥൻ എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് പോലും കേരളത്തിൽ ഒരു സീറ്റെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്. നേമത്ത് ജയിക്കുന്നവർക്ക് ഉറപ്പില്ല, കഴക്കൂട്ടത്ത് ജയിക്കുന്നവർക്ക് ഉറപ്പില്ല, വട്ടിയൂർക്കാവിൽ ഒരു കാരണവശാലും ജയിക്കില്ല എന്നവർക്ക് തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി. പാലക്കാടും അവർ ജയിക്കില്ല എന്നുള്ളത് അവർക്ക് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അതിന് 1-2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, ബി ജെ പിയുടെ വോട്ട് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കൂടി വരാൻ, ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പിയുടെ വോട്ട് ശതമാനം കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPMൽ നിന്ന് വലിയ തോതിൽ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ 2024 തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ എടുക്കൂ, ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടുകളാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് കിട്ടിയത്. ഏതാണ്ട് 3 ലക്ഷത്തിനടുത്ത് വോട്ട്. അതിൽ 90% വോട്ടും CPMൻ്റെതായിരുന്നു. അന്ന് ബി ജെ പിക്കാണ് ആ വോട്ട് പോയത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലും മറ്റ് മണ്ഡലങ്ങളിലും ഒക്കെ തന്നെ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് CPMൽ നിന്ന് വോട്ട് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോവുകയുണ്ടായി. അങ്ങനെയാണ് ബി ജെ പിയുടെ വോട്ട് ശതമാനം 14 നിന്ന് 19 കുത്തനെ ഉയർന്നത്. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നു, 2024 CPMൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള മുഴുവൻ വോട്ടുകളും ഇത്തവണ CPMൽ നിന്ന് UDFിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ഇതാണ് എൻ്റെ വാദം. പൊതുവിൽ പറഞ്ഞാൽ ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകളിൽ നല്ല പങ്കും 1-2 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് ഇത്തവണ UDFിലേക്ക് പോകാനാണ് സാധ്യത. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല പെരുങ്കൊള്ളയാണ്. ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നടന്ന കൊള്ള നടത്തിയിട്ടുള്ളത് CPMകാരാണെന്നും ആ CPMകാരെ എല്ലാം രക്ഷപ്പെടുത്തുകയാണ് ചെയ്തതെന്നും അതിൽ സർക്കാരിന് വലിയ പങ്കുണ്ടെന്നും ബി ജെ പിയുടെ ഹിന്ദു വോട്ട് ബാങ്ക് വിശ്വസിക്കുന്നു. ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമായിട്ടുള്ള ശബരിമലയിൽ നിന്ന് കോടികളുടെ സ്വർണം കൊള്ളയടിച്ചു കൊണ്ടുപോയത് CPMകാരാണെന്നും അവരെ എല്ലാവരെയും ഒന്നൊഴിയാതെ രക്ഷപ്പെടുത്തിയത് CPMകാരാണെന്നും ഹിന്ദുക്കളായിട്ടുള്ള ബി ജെ പിയുടെ ഹിന്ദു വോട്ട് ബാങ്ക് വിശ്വസിക്കുന്നു. ആ സ്വർണം കെട്ടവരെ പിടിക്കാൻ വേണ്ടി ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു ചുക്കും ചെയ്തില്ല എന്ന് ബി ജെ പിയുടെ ഹിന്ദു വോട്ട് ബാങ്ക് അവർ വിശ്വസിക്കുന്നു. 2 തവണ നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോഴും ശബരിമല പെരുങ്കൊള്ളയെക്കുറിച്ച് ഒരു വാക്ക് പോലും പിഴഞ്ഞില്ല എന്നുള്ളതും അവർക്ക് വലിയ മനോവ്യഥ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോഴോ നിരന്തരം രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? സ്വർണം കെട്ടവരെ ഞങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ബി ജെ പിയുടെ ഹിന്ദു വോട്ട് ബാങ്ക് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തവണ അവരുടെ വോട്ടിൽ വലിയ ചോർച്ച UDFിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ബി ജെ പി തകരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. കാരണം UDF അധികാരത്തിൽ വന്നാൽ
ശബരിമല പെരുങ്കൊള്ള നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് BJPയുടെ ഹിന്ദു വോട്ട് ബാങ്ക് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ UDFക്ക് വോട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? BJPയുടെ വോട്ട് ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു പിണറായി വിജയനാണ്. പിണറായി വിരുദ്ധതയാണ് BJPയുടെ വോട്ട് ബാങ്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുഖമുദ്ര. ആ പിണറായി വിജയനെ സംരക്ഷിക്കാനാണ് BJPയുടെ നേതൃത്വം നിലകൊള്ളുന്നത് എന്ന് BJPയുടെ വോട്ട് ബാങ്ക് വിശ്വസിക്കുന്നു. ലാവലിൻ കേസിൽ നിന്നൊക്കെ തന്നെ, മാസപ്പൊടി കേസിൽ നിന്നൊക്കെ തന്നെ പിണറായി വിജയനെയും മകളെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് BJPയുടെ നേതൃത്വം പ്രവർത്തിക്കുന്നത് എന്ന് BJPയുടെ വോട്ട് ബാങ്ക് വിശ്വസിക്കുന്നു. ആ പ്രതിഷേധ സൂചകമായി BJPയുടെ ഹിന്ദു വോട്ട് ബാങ്ക് വലിയൊരു വിഭാഗം UDFന് വോട്ട് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താ? BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ നായർ വോട്ട് ബാങ്കാണ്. 12% നായർ വോട്ട് ബാങ്കിലാണ് നല്ലൊരു പങ്ക് BJP കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ശ്രീമാൻ രമേശ് ചെന്നിത്തല UDFിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി നായന്മാരുടെ വോട്ട് ബാങ്ക് മൊത്തമായി തന്നെ രമേശിന് വേണ്ടി UDFിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വലുതാണ്. ആ 12%വും UDFിലേക്ക് ധ്രുവീകരിക്കാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ അവിടെയും ദോഷമുണ്ടാകാൻ പോകുന്നത് BJPക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനീ പറഞ്ഞ ഒരു 3-4 പ്രധാനപ്പെട്ട കാരണങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ CPM വോട്ടുകൾ UDFിലേക്ക് വരുന്നു. ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്ക് കിട്ടിയിരുന്ന വോട്ടുകൾ UDFിലേക്ക് പോകുന്നു. പിണറായി വിരുദ്ധതയുടെ പേരിൽ BJPക്ക് വോട്ട് കിട്ടാതെ അത് UDFിലേക്ക് പോകുന്നു. ഹിന്ദു നായർ വോട്ടുകൾ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി UDFിലേക്ക് ധ്രുവീകരിക്കുന്നു. ഈ 4 കാരണങ്ങൾ കൊണ്ട് BJP താഴോട്ട് വളരും ഈ തെരഞ്ഞെടുപ്പിലും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ലോക്സഭയിൽ കിട്ടിയിരുന്ന 19% 14%-മായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞു. ആ 14%-ത്തിൽ നിന്നും BJPയുടെ വോട്ട് താഴോട്ട് പോകാനാണ് സാധ്യത. നേമത്തും കഴക്കൂട്ടത്തുമൊക്കെ UDF ജയിക്കാനാണ് സാധ്യത. വട്ടിയൂർക്കാവിൽ UDF ഉറപ്പിച്ച് ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാലക്കാടും BJP തോക്കാനാണ് സാധ്യത. അതുകൊണ്ട് BJPക്ക് ഈ എക്സിറ്റ് പോളുകൾ എത്ര സീറ്റ് കൊടുത്താലും ആ സീറ്റുകളെല്ലാം എക്സിറ്റ് പോളുകളിൽ ഒതുങ്ങി നിൽക്കാനാണ് സാധ്യത. അടുത്ത നിയമസഭയിലും BJPയുടെ പ്രാതിനിധ്യം ഉണ്ടാകാനുള്ള സാധ്യത തുലം കുറവാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുന്നതിന് 2 ദിവസം മുമ്പ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.